ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോളോ പിക്സൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ സെമി ഫൈനലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒമാനുമായാണ് കളിക്കാൻ പോകുന്നത്. ജയിച്ചാൽ ഫൈനലിലേക്കാണ് ഗൈസ്, ഇന്ത്യ വേഴ്സസ് ഒമാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഇത് ഫുൾ ഇടുന്നുണ്ട് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഈ വീഡിയോ തന്നെ ഉണ്ടാവും. ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഫോർമേഷനിലൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി സെറ്റാക്കാം. നമ്മൾ പ്രാവശ്യം ആരൊക്കെ ഇറക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇഷാൻ പണ്ഡിതൻ ഇറക്കുന്നുണ്ട്. സ്ട്രൈക്കേഴ്സായിട്ട് ഇഷാൻ പണ്ഡിത, സുനിൽ ഛേത്രി ഇവരിറക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം സുനിൽ ഛേത്രിനെ നമ്മൾ ഇറക്കാൻ പോവാണ്. യെസ്, എന്നിട്ട് നമ്മൾ വെറുതെ ഫോർമേഷനിലൊക്കെ ഒന്ന് മാറ്റം വരുത്താണ്. വലിയ കാര്യമൊന്നുമില്ല, ഇപ്പോഴാണ് ഞാൻ ഫീച്ചർ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത്രയാണ് ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് കളിച്ചു പോകുമായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കാം. വാവ്, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇറാനുമായിട്ടുള്ള കളി ചിലപ്പോൾ ഒമാനുമായിട്ടുള്ള കളിയാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വയലറ്റ് ജേഴ്സിയിൽ ഇറങ്ങുന്നു. അവർ വൈറ്റ് ആൻഡ് റെഡ്. ഓക്കെ, നമ്മൾ വയലറ്റ് കഴിഞ്ഞില്ല. ഓക്കെ ഗൈസ്, നമ്മൾ സർക്കാരിൻ്റെ കയ്യിൽ പാസ് കൊടുക്കുന്നു. ഇഷാൻ പണ്ഡിത വാങ്ങി ഗൈസ്. സുനിൽ ഛേത്രി, അയ്യോ ജസ്റ്റ് സ്പ്രിൻറ്റ് അവിടെ കൊടുത്തു, അല്ലെങ്കിൽ ബാക്ക് ഹീലായിട്ടൊരു ഗോൾ കണ്ടേനെ അവിടെ. എന്തൊരു ചാൻസ് ആയിരുന്നു. ഷിറ്റ്, നമ്മൾ ഈ കളി ജയിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇന്ത്യക്കാരൻ ആണ് ഞാൻ, അല്ല അതെല്ലാവർക്കും അറിയാം. അത് നമ്മളപ്പോൾ ഈ കളി ജയിച്ചേ പറ്റൂ. അതന്നെ, കളിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു കോർണർ നേടിയെടുത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കോർണർ അടിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് തരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്താ വെച്ചാൽ പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര ലോങ് ആയിപ്പോയി. സോറി. ഓക്കെ ഗൈസ്, ദിസ് വാസ് റിയലി ബ്യൂട്ടി. യെസ്. ഗൈസ്, എല്ലാം പോയി. നമുക്കുള്ള ത്രോ ആണെന്ന് തോന്നുന്നുണ്ട്. ഗ്ലെൻ മാർട്ടിൻ. ഓക്കെ, ഇഷാൻ പണ്ഡിത. വൗ, വാട്ട് എ ഹീൽ, ബട്ട് മിസ് പാസ്. ഷിറ്റ്. ഓക്കെ ഗൈസ്, സർമത്ത്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും, ഇന്ത്യയെ കൊണ്ട് പറ്റും ഗൈസ്. അവർ നല്ല കളി കളിക്കുന്നുണ്ട്. സെമി ഫൈനലായ അറിയാവും ഗൈസ്. ഷിറ്റ്. വിശാൽ കെയ്ത്ത് ഉണ്ടല്ലോ പിന്നെ നമ്മളുടെ നായകനായിട്ട്. ക്യാപ്റ്റൻ, ഫൈനലിലെ ക്യാപ്റ്റൻസി, സെമി ഫൈനൽ ജയിച്ചാൽ ഫൈനലിലെ ക്യാപ്റ്റൻസി ഞാൻ സുനിൽ ഛേത്രി. ഇല്ല, ഇപ്പം ആർക്കാണോ ഞാൻ നോക്കിയില്ല. എന്തായാലും ഞാൻ കൊടുക്കാൻ പോണത് വിശാൽ കെയ്ത്തിനായിരിക്കും. ഫൈനലിൽ ഏറ്റവും നിർണായകമാകുന്നത് ചിലപ്പോൾ വിശാൽ കെയ്ത്താവും. കാരണം എന്താണെന്ന് വെച്ചാൽ പെനാൾട്ടി അങ്ങനെ വന്നാലോ. അപ്പം അല്ലെങ്കിൽ ഒരു ഡിഫൻഡൊക്കെ ഒന്ന് ശരിയാക്കി നിർത്താൻ വേണ്ടി നമുക്ക് വിശാൽ കെയ്ത്തിന് തന്നെ നമുക്ക് ക്യാപ്റ്റൻസി കൊടുക്കും. ഫൈനലിൽ കയറിയാൽ ഈ കളി ഇപ്പം എന്താണെന്ന് അറിയില്ല. 30 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ ഗായ്സ്, ചാങ്തയുടെ കയ്യിൽ. ഓക്കെ, ഗ്ലെൻ മാർട്ടിൻ. ഛേത്രി. നല്ല അടികളാണ് നമ്മൾ ഷോട്ടിലേക്ക്, നല്ല അടികളാണ് പോസ്റ്റിലേക്ക് തുളച്ച് വിടുന്നതെങ്കിലും എല്ലാതും അപ്പുറത്തെ കീപ്പറുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമ്മുടെ വിശാൽ കെയ്ത്തിന് അടിപൊളി സേവൊക്കെ ഇട്ടിട്ടുണ്ട്, അത് അറിയും. ഓക്കെ ഗൈസ്, ഹാഫ് ടൈം ഗൈസ്. നമ്മൾ ഒരു ഗോൾ പോലും അടിക്കാതെ പിരിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. ഓക്കെ, കളിച്ച ഫ്രണ്ട്ലിയിൽ പോലും നമ്മൾ പറയാൻ പറഞ്ഞ ഗൈസ്, എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട്ലിയുടെ ഇത് ബാക്കിയുള്ള എൻ്റെ കട്ടായിപ്പോയാണ് സെക്കൻഡ് ഹാഫ് ഇടാണ്ടിരുന്നത് കേട്ടോ. നമ്മൾ ജയിച്ചു, 4-0 നമ്മൾ ജയിച്ചു. ലബനനായിട്ട്. സോറി ഗൈസ്, ഇടാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് സെമി ഫൈനലിലോട്ട് തിരിച്ചു വരാം. ഫ്രണ്ട്ലിയൊക്കെ എന്ത്, സെമി ഫൈനൽ ഈസ് മെയിൻ. ഓക്കെ,
സെക്കൻഡ് ഹാഫ് ഇവരുടെ ചൂടെ നല്ല കളി ഇവർ കളിക്കുന്നുണ്ട്. നമുക്ക് മഹേഷിനെ മാറ്റിയിട്ട് നമുക്ക് അപ്പൂയനെ ഇറക്കാം. മഹേഷല്ല, ഓക്കെ അപ്പൂയനെ സിംഗ് ഇറക്കിയിട്ട് നമ്മൾ അപ്പൂയനെ ഇറക്കാൻ പോകണം കേട്ടോ. അപ്പൂയ കം സർമദിനെ ഇറക്കിയിട്ട് രാഹുൽ KP ഇറക്കണം എന്നുണ്ട്. ബട്ട് ഇപ്പം തന്നെ എല്ലാതും പൊട്ടിരിക്കുകയാണ്. മീൻസ് എല്ലാം ഇതുവരെ ഒരു ഗോൾ പോലും അടിച്ചില്ല. ഒരു ഗോൾ അടിച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാം രാഹുലിനെ ഇറക്കാൻ. ഇപ്പം നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ വെച്ച് കളിക്കണം. രാഹുൽ ഗോൾ അടിച്ചിട്ടില്ല ഇറക്കില്ല. വി ക്യാൻ ട്രൈ. ഒരു ഫൗള് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവരുടെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. ഓഫ് സൈഡായി ഗൈസ്, ഭാഗ്യമുണ്ട്. ഓക്കെ, ഇവിടെ ലോങ് ഷോട്ട് വെക്കാൻ പറ്റില്ല, ആണ് ജസ്റ്റ് ഒന്ന് പാസ് കൊടുത്തു. ഓക്കെ, ഗ്ലെൻ മാർട്ടിൻ, ചാങ്തെ. ഓക്കെ, ചാങ്തയുടെ കയ്യിൽ നിന്നും മിസ് പാസ് വന്നു. വാ സർമത്ത്. ഓക്കെ സർമത്ത്, ഗുഡ് റൺ. വാട്ട് എ ഗോൾ സർമത്ത്. സർമത്തിൻ്റെ ഒരു അടിപൊളി ഗോള്. അവിടെ ക്യാപ്റ്റനെ വീഴ്ത്തിട്ടു, പക്ഷെ അവിടെ ഫൗളൊന്നുമല്ല. അടിപൊളി ഗോൾ ഗൈസ് സർമത്തിൻ്റെ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്നാണ് ഞാൻ പറയുന്നത്. അല്ല, വാക്ക് പറയാനല്ല ഗൈസ്, ഒന്ന് ഡിഫൻഡൊക്കെ ഒന്ന് ഇതാക്കണം. ഇവർ നല്ല അറ്റാക്കിങ് ഉണ്ട്. ബിക്കോസ് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിക്കഴിഞ്ഞാൽ അഗസീനും കണ്ടു. അപ്പോൾ തന്നെ നല്ലൊരു അറ്റാക്കിങ് ആണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശാൽ കെയ്ത്ത്, പൊളി വിശാൽ കെയ്ത്ത്. ഓക്കെ, അടുത്ത ഗോളിന് സുനിൽ ഛേത്രി. ചാങ്തെ അടിക്ക്. എന്തിനാണ് ചാങ്തെ? വാട്ട് എ അറ്റംപ്റ്റ് മാൻ, ദാറ്റ് വാസ് ഗുഡ്. കുഴപ്പമില്ല, നല്ലൊരു ക്രോസ് പോലെ, പക്ഷേ ചാങ്തയ്ക്ക് അടിക്കായിരുന്നു. ഇറ്റ് വാസ് റിയലി മിസ് മാൻ. കുഴപ്പമില്ല, ഒരു ഗോളിൻ്റെ ലീഡുണ്ട്. സുനിൽ ഛേത്രി ഇറങ്ങി, പക്ഷെ ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല സുനിൽ ഛേത്രിക്ക്. കുഴപ്പമില്ല, ബട്ട് ഫൈനൽ ഈ കളി നമ്മൾ ജയിക്കും ഗായ്സ് എന്ന് തോന്നുന്നു. ഫൈനൽ നമുക്ക് കഴിഞ്ഞാൽ സുനിൽ ഛേത്രിയുടെ സർക്കാർ. ഓക്കെ ഗായ്സ്, സർക്കാർ. സർക്കാർ, സോറി ഗായ്സ്, ഞാൻ അറിയാണ്ടാണ് പാസ് കൊടുത്തത്. ഷോട്ട് സമയം 2 ഗോൾ, പക്ഷെ ഒരു ഗോളിനൊക്കെ ജയിക്കാനൊക്കെ വെച്ചാൽ എന്താ പോലെയാണ്. പക്ഷെ കുഴപ്പമില്ല ഗായ്സ്, അവർ ട്രൈ. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ തോൽവിന്ന് ജയത്തിലേക്ക്, ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഗായ്സ് അവ ഫൈനലിൽ കയറി ഗായ്സ്. അല്ല പിന്നെ സർമതടിച്ച ഒരു ഗോളിൻ്റെ ലീഡിൽ നമ്മൾ നേരെ ഫൈനലിലേക്കാണ് ഗായ്സ്. യെസ്, 65-ാം മിനിറ്റിൽ അടിച്ച സർമതിൻ്റെ ഗോളിൽ നമ്മൾ ഫൈനലിൽ ഇന്ത്യ വേഴ്സസ് ഇറാൻ നമ്മൾ കളിക്കുന്നു ഗായ്സ്. അതിൽ കപ്പടിക്കുന്നു ഗായ്സ്. അപ്പോൾ ഫൈനൽ നമുക്ക് വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ